പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മളുടെ ട്രാവൽ ഫോട്ടോസൊക്കെ എങ്ങനെ മൂഡി ആയിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ലൈറ്റ് റൂമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിന് എഡിറ്റിംഗ് തുടങ്ങാം. അതിനുവേണ്ടി നിങ്ങൾ ലൈറ്റ് റൂമിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ കളർ ടൂൾ, ലൈറ്റ് ടൂൾ എടുക്കുക. ലൈറ്റ് ടൂളിനകത്ത് എക്സ്പോഷർ നമുക്കൊരു പൊടിക്ക് വയ്ക്കാം. പിന്നെ കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 30 വരെ കൂട്ടാം. ഹൈലൈറ്റ്സ് ഒരു 30 വരെ കൂട്ടാം. പിന്നെ ഷാഡോസ് ഒരു 18 വരെ കുറയ്ക്കാം. പിന്നെ വൈറ്റ്സ് ഏകദേശം ഒരു 10 വരെ കൂട്ടാം. ബ്ലാക്ക്സ് ഏകദേശം ഒരു 40 വരെ കുറയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ ടൂൾ സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് ആയിട്ട് നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ കളർ ടൂളിലേക്ക് പോവുക. കളർ ടൂളിൻ്റെ അകത്ത് നമുക്ക് അതിന് ടെമ്പറേച്ചർ ഏകദേശം ഒരു -6 വരെ കുറയ്ക്കാം. പിന്നെ വൈബ്രൻസ് ഏകദേശം ഒരു 14 വരെ കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഒരു 30 വരെ കുറയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് മിക്സ് ടൂളിലേക്ക് പോകാം. മിക്സ് ടൂളിൻ്റെ അകത്ത് ആദ്യം നമുക്ക് റെഡ് സെറ്റ് ചെയ്യാം. റെഡിൻ്റെ സാച്ചുറേഷൻ ഏകദേശം ഒരു 20 വരെ കൂട്ടാം. പിന്നെ ലൂമിനൻസ് ഒരു 10 വരെ കുറയ്ക്കാം. അടുത്ത് നമുക്ക് ഓറഞ്ചിലേക്ക് പോകാം. ഓറഞ്ചിൻ്റെ നമുക്ക് ഹ്യൂ നമുക്ക് ഏകദേശം ഒരു 10 വരെ കുറയ്ക്കണം. പിന്നെ സാച്ചുറേഷൻ ഒരു 20 വരെ കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഒരു 36 വരെ കുറയ്ക്കാം. അടുത്ത നമുക്കിനി യെല്ലോയിലേക്ക് പോവാം. യെല്ലോയ്ക്കകത്ത് നമുക്ക് സാച്ചുറേഷൻ ഒരു 55 വരെ കുറയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രീനിലേക്ക് പോവാം. ഗ്രീനിൻ്റെ അത് നമുക്ക് ഹ്യൂ നമുക്ക് ഏകദേശം ഒരു 41 വരെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 79 വരെ കുറയ്ക്കാം. റേഞ്ച് കുറച്ചാൽ മതി. ഇനി അടുത്ത് നമുക്ക് ലൂമിനൻസ് ഏകദേശം ഒരു 50 വരെ കൂട്ടാം. ഇനി നമുക്ക് അക്വയിലേക്ക് പോകാം. അക്വയ്ക്കകത്ത് ഹ്യൂ നമുക്ക് ഏകദേശം ഒരു ഫുള്ള് വയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 75 വരെ കുറയ്ക്കാം. ഇനി അടുത്ത ബ്ലൂയിലേക്ക് പോവാം. ബ്ലൂവിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ഏകദേശം ഫുള്ള് കുറയ്ക്കാം. സാച്ചുറേഷൻ ഏകദേശം ഫുള്ള് കുറയ്ക്കാം. ലൂമിനൻസ് ഒരു 58 വരെ കൂട്ടാം. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞിട്ട് നമുക്കിനി റൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിൻ്റെ നിങ്ങൾ ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. ഡീഹൈസ് ഒരു പൊടിക്ക് കൂട്ടാം. ഫിറ്റ്നൈറ്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മിഡ് പോയിൻറ്റും ഫെദറൊക്കെ. ഇനി അടുത്ത സ്പ്ലിറ്റ് ഓൺ എടുക്കുക. സ്പ്ലിറ്റ് ഓണിൻ്റെ അകത്ത് നിങ്ങൾ ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 209 വരെ കൂട്ടുക. 250 19 വരെ സാച്ചുറേഷനും.
അപ്പം നമ്മൾ എഡിറ്റിംഗ് കണ്ടത് നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം.